പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റ്, താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്നതോടുകൂടി പല വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. കാരണം പല വിദ്യാർത്ഥികളും, മിക്കവാറും വിദ്യാർത്ഥികൾക്കും പ്രതീക്ഷിച്ച റാങ്ക് അല്ല ലഭിച്ചിരിക്കുന്നത്. അവർ കരുതിയതിനേക്കാൾ പിന്നിലുള്ള റാങ്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്ത ഡെമോ വീഡിയോയിൽ നിങ്ങളുടെ റാങ്കും അതുപോലെ തന്നെ കാറ്റഗറി ഏതാണ് എന്നുള്ള കാര്യവും കമൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിന് മറുപടിയായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ളത് കമൻറ്റിന് റിപ്ലൈ ആയിട്ട് തരുമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ 6300ഓളം വിദ്യാർത്ഥികളാണ് ആ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിരുന്നത്. ഇത്രയധികം വിദ്യാർത്ഥികൾ അങ്ങനെ കമൻറ്റ് ചെയ്യുമെന്ന് കരുതിയിരുന്നതല്ല. ഒരു വിദ്യാർത്ഥിയുടെ കമൻറ്റ് വായിച്ച് അതിന് മറുപടി നൽകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മിനിറ്റെങ്കിലും സമയം വേണം. നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ കമൻറ്റിന് മറുപടി നൽകിയിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും മറുപടി നൽകണമെങ്കിൽ എൻ്റെ മറ്റ് എല്ലാ ജോലികളും മാറ്റിവെച്ച് ഏറ്റവും ചുരുങ്ങിയത് 12 മണിക്കൂറെങ്കിലും സമയമെടുത്ത് മറുപടി നൽകിയാൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 4 ദിവസത്തിലധികം അതിനു വേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ വർഷം ഏത് റാങ്ക് ഉള്ളവർക്കാണ് അവസാനം ഓരോ കാറ്റഗറിയിലും അഡ്മിഷൻ ലഭിച്ചത് എന്നുള്ളതാണ്. ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിൻ്റെയും അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചതിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണിത്. അവർക്കുണ്ടായിരുന്ന ഇൻഡെക്സും ഇവിടെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 14ഓളം അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ അലോട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് റാങ്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിൽ നൽകിയിട്ടുള്ളത് ഓരോ കാറ്റഗറിയാണ്. സ്റ്റേറ്റ്, മെറിറ്റ്, ഈഴവ, മുസ്ലിം എന്നിങ്ങനെ ഓരോ കാറ്റഗറി നൽകിയിട്ടുണ്ട്. പിന്നെ നൽകിയിട്ടുള്ളത് ഗവൺമെൻറ് കോളേജിൽ ഓരോ വിഭാഗത്തിലും എത്ര ഇൻഡെക്സാണ് ഉണ്ടായിരുന്നത്, അവർക്കുണ്ടായിരുന്ന റാങ്ക് എത്രയാണ് എന്നുള്ളത് നൽകിയിട്ടുണ്ട്. പിന്നെ അടുത്ത ഏറ്റവും അവസാനത്തെ 2 കോളങ്ങളിൽ നൽകിയിരിക്കുന്നത് സെൽഫ് ഫിനാൻസ് കോളേജിലേതാണ്, അവർക്കുണ്ടായിരുന്ന ഇൻഡെക്സും അവർക്കുണ്ടായിരുന്ന റാങ്കുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഗവൺമെൻറ് കോളേജിൽ മാത്രമാണ് EWS വിഭാഗത്തിന് റിസർവേഷൻ ഉള്ളത്. സെൽഫ് ഫിനാൻസ് കോളേജിൽ EWS വിഭാഗത്തിന് റിസർവേഷൻ നൽകി വരുന്നില്ല. കഴിഞ്ഞ വർഷത്തെ റാങ്കും ഇൻഡെക്സും അതുപോലെ തന്നെ ഈ വർഷത്തെ റാങ്കും ഇൻഡെക്സും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. കഴിഞ്ഞ വർഷം 2023 295 ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥിക്ക് 2870 ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം അത് ഒരു 6000-ന് മുകളിലേക്ക് പോകുന്ന റാങ്ക് 6000-ന് മുകളിലേക്ക് പോകുന്ന സ്ഥിതിയാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 292.5 ഇൻഡെക്സ് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ വർഷം 3880 ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത്. അതെന്നാൽ ഈ വർഷം 9280 ആകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ 265 ഇൻഡെക്സ് ഉണ്ടായിരുന്ന വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ വർഷം ഒരു 19850 ആയിരുന്നു റാങ്ക് ഉണ്ടായിരുന്നത്. അത് ഈ വർഷം ഒരു 31700 ആയി മാറിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്കോറുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വർഷം ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കൂടുതൽ സ്കോറുള്ള വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നൽകാൻ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമായിട്ട് തോന്നുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് സാധാരണ വളരെ പെട്ടെന്ന് അഡ്മിഷൻ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് അഡ്മിഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എല്ലാം വളരെ പെട്ടെന്ന് വരുന്നതാണ്. ഈ വർഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ അത്തരം വിദ്യാർത്ഥികൾ ഇതിലേക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കുന്നതിൽ പല വിദ്യാർത്ഥികളും ഇതിലേക്കും ആപ്ലിക്കേഷൻ നൽകിയിരിക്കാം. കൂടാതെ ഈ വർഷം നീറ്റ് വഴിയുള്ള അഡ്മിഷന് ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കും വരിക എന്നുള്ളതും അതിലേക്ക് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും ഇതിലേക്ക് ആപ്ലിക്കേഷൻ നൽകിയിരിക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാരണങ്ങൾ. +2 റിസൾട്ട് 2023-ഉം 2024-ഉം തമ്മിൽ ഒരുപാട് അന്തരങ്ങളൊന്നുമില്ല. ഇതല്ലാതെ മറ്റെന്തെങ്കിലും റീസൺസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇതിലേക്കുള്ള അഡ്മിഷൻ വളരെ പെട്ടെന്ന് നടത്തുകയാണ് എങ്കിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അത് പ്രയാസമാണ് ഉണ്ടാക്കുക. നീറ്റ് വഴി മെഡിക്കൽ അഡ്മിഷനും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അഡ്മിഷനും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് അഡ്മിഷൻ നടത്തുകയാണ് എങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന റാങ്ക് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. സാധാരണ വർഷങ്ങളിൽ, മുൻ വർഷങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ വളരെ നേരത്തെ നടത്താറുണ്ട്. അതുപോലെ മെഡിക്കൽ അഡ്മിഷൻ ഏറെക്കുറെ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് LBS അഡ്മിഷൻ നടത്താറുള്ളത്. പക്ഷേ ഈ വർഷം മെഡിക്കലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ ഇനിയും ഒരുപാട് മുന്നിലുണ്ട്. പക്ഷേ ഈ വർഷം LBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട
കുറേ ഘട്ടങ്ങൾ ഇതിനകം തന്നെ പൂർത്തിയായി. ഇനി അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരം നൽകും. പിന്നീട് ആദ്യ 3 അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കും. LBS മറ്റൊന്നും നോക്കാതെ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഒന്നും നോക്കാതെ അവരുടെ അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ LBSൽ റാങ്കിൽ കുറവുള്ള വിദ്യാർത്ഥികൾക്ക് നഷ്ടമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വർഷത്തെ LBS അതുപോലെ തന്നെ PN, CMAC, AIMS, SFN, CK, CPAS, SPMA പോലുള്ള BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷനുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എവർക്കും നന്ദി, നമസ്കാരം.